ഹലോ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്കാണ് പോകുന്നത്. പ്രോബബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു തിയറമാണ് ബേസ് തിയറം. ഈ ബേസ് തിയറം എന്ന് വെച്ചാൽ നമുക്ക് ബേസ് തിയറത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു തിയറം പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ബേസ് തിയറത്തിൻ്റെ ഒരു അടിത്തറ എന്ന രീതിയിലാണ് നമുക്ക് തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ബേസ് തിയറത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബേസ് തിയറത്തിൽ ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു സാമ്പിൾ സ്പേസിൻ്റെ പാർട്ടീഷനാണ്. ഇവിടെ നമ്മൾ പാർട്ടീഷനായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് A1, A2, A3 ടിൽ AN വരെയുള്ള N പാർട്ടീഷൻസാണ് നമ്മൾ S എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിൽ കണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഡയഗ്രാം, ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. A1, A2, A3 അങ്ങനെ പോയി AN വരെയുള്ള പാർട്ടീഷൻസ് ഈ ഫിഗറിൽ നമുക്ക് കാണാം. ഇതിനർത്ഥം ഈ പാർട്ടീഷൻസ് എന്ന് പറയുന്നതിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ A1, A2, A3, AN എന്ന് പറയുന്നത് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അതായത് ഓവർലാപ്പ് ചെയ്യില്ല. അതായത് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 ഈസ് ടിൽ AN ഈക്വൽ ടു 5 ആയിരിക്കും ഏതിനെ ആയാലും. അതാണ് AI ഇൻ്റർസെക്ഷൻ AJ ഈക്വൽ ടു 5 ഫോർ ഓൾ IJ. ഏത് രണ്ട് പാർട്ടീഷൻസ് എടുത്താലും അത് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആയിരിക്കും എന്നതാണ് ഇവിടെ അർത്ഥം. ഇനി A1 യൂണിയൻ A2 യൂണിയൻ ടിൽ AN വരെയുള്ളതും അത് നമ്മൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ A1 ടു AN നമ്മൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സാമ്പിൾ സ്പേസ് ആയിരിക്കും. അതായത് ഈ പാർട്ടീഷൻസ് എല്ലാം മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആണ്. സോ ഒരു മ്യൂച്വലി എക്സ്ഹോസ്റ്റീവും ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവുമായിട്ടുള്ള പാർട്ടീഷൻസ്, ഒരു സാമ്പിൾ സ്പേസിലെ പാർട്ടീഷൻ മാത്രമല്ല ഒന്നും 5 അല്ല, അതായത് AI 5 ആവില്ല. അങ്ങനെയാണെങ്കിൽ ആണ് അവിടെ അതൊരു പാർട്ടീഷനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഈ കളക്ഷൻസ് A1, A2, A3, AN വരെയുള്ള ഈ കളക്ഷൻസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കളക്ഷൻ, അതായത് ഇതിൻ്റെ എല്ലാം കൂടി ഉള്ളൊരു കളക്ഷനെ പറയുന്ന പേരാണ് പാർട്ടീഷൻ. അപ്പോൾ ഈ പാർട്ടീഷൻ്റെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റിയും ബേസ് തിയറവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായി നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ടുള്ള തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ A1, A2, A3 എക്സെട്ര ടിൽ AN എന്ന് പറയുന്ന ഈ പാർട്ടീഷനിലെ നമ്മൾ ഒരു B എന്ന് പറയുന്ന ഒരു ഇവൻ്റ് നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അതായത് A1, A2, A3 എല്ലാറ്റിലും ഈ B എന്ന് പറയുന്ന ഈ ഇവൻ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്തായിരിക്കും B ഈസ് ഈക്വൽ ടു B ഇൻ്റർസെക്ഷൻ A1 യൂണിയൻ B ഇൻ്റർസെക്ഷൻ A2 യൂണിയൻ B ഇൻ്റർസെക്ഷൻ A3 യൂണിയൻ ടിൽ B ഇൻ്റർസെക്ഷൻ AN എന്നായിരിക്കും. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് യൂണിയൻ ഓഫ് ദി സബ്സെറ്റ്സ് ആയിട്ട് നമുക്ക് ബീനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് B ഇൻ്റർസെക്ഷൻ A1 യൂണിയൻ B ഇൻ്റർസെക്ഷൻ A2 യൂണിയൻ ടിൽ പ്രോബബിലിറ്റി B ഇൻ്റർസെക്ഷൻ AN ആയിരിക്കും. നമുക്കറിയാം ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. കാരണം നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇത് നോക്കിയാൽ മതി, നിങ്ങളിത് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് B ഇൻ്റർസെക്ഷൻ A1 ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ ടിൽ B ഇൻ്റർസെക്ഷൻ AN 5 ആയിരിക്കും. ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് നമുക്കത് ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആക്സിയോമാറ്റിക് പ്രോബബിലിറ്റിയുടെ ആക്സിയം നമ്പർ 3 അനുസരിച്ച് നമുക്ക് ഈ പ്രോബബിലിറ്റി ഓഫ് ബീനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് B ഇൻ്റർസെക്ഷൻ A1 പ്ലസ് B
പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ A2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ A3 ഇങ്ങനെ പോയി ടിൽ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ AN എന്നെഴുതാം. നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ A1 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ A1 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് A1 എന്നാണ്. ഇവിടെ A1 എന്ന് പറയുന്നത് 2, 3 അങ്ങനെയൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ കാണിക്കുന്നത് പോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ AI ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ AI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AI ഫോർ ഓൾ I എന്ന് പറയുന്നത്. നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം. അതായത് ഈ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ AI ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ AI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AI എന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറം നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ AIക്ക് പകരം പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ AI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AI. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ A2 ആവുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ A2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 എന്നെഴുതാം. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ടേം, ബാക്കിയുള്ള ടേംസ് ഇങ്ങനെ തന്നെ നമ്മൾ മാറ്റി എഴുതുക. ഏറ്റവും അവസാനത്തെ ടേം പ്രോബബിലിറ്റി ഓഫ് പി ഇൻ്റർസെക്ഷൻ ANനെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ AN ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AN എന്നെഴുതാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം കിട്ടാൻ പോകുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ A2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ A3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 ടിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ AN ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AN എന്നാണ്. ഇതിന് നമുക്ക് സമ്മേഷൻ സീരീസ് ടേമാണ്. ഇത് സീരീസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സീരീസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്കിതിനെ സമ്മേഷൻ I ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ AI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AI എന്നെഴുതാം. അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ AI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AI. ഇവിടെ AIകളാണ് പാർട്ടീഷൻസ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ AIകളാണ് പാർട്ടീഷൻസ്. ബി എന്ന് പറയുന്നത് ഇവൻ്റാണ്. നമ്മൾ ഈ പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ AI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AI എന്ന് പറയുന്നതിനെ നമുക്ക് തിയറമായിട്ട് പറയാം, തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റീസ്. ഈ തിയറത്തിൽ നിന്നാണ് നമ്മൾ ബേസ് തിയറത്തിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ AIനെ നമുക്ക് Iക്ക് പകരം 2 എന്ന് കൊടുത്താൽ A2 ആണ്. അങ്ങനെയെങ്കിൽ A1ഉം A2ഉം S ആവുകയാണ് ചെയ്യുന്നത്. A1 A2 പാർട്ടീഷൻ ആണെങ്കിൽ Aയും A കോംപ്ലിമെൻ്റ് ആയിരിക്കും A1ഉം A2ഉം. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ A കോംപ്ലിമെൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻ്റ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതാണ് പ്രോബബിലിറ്റി ഓഫ് ബി. ഇതാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ഇനി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് തിയറം എന്ന ടോപ്പിക്കാണ്. ഈ ബേസ് തിയറം നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം നോക്കി. എന്താണ് ബേസ് തിയറം? ബേസ് തിയറം എന്ന് പറയുന്നത് S എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ്, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ടുള്ള n ഇവൻറ്റ്സ്, ഇവിടെ നമ്മളെടുത്തിരിക്കുന്നത് A1, A2, A3 ടിൽ AN വരെയുള്ള n മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുകയാണ്. അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് AI ഗ്രേറ്റർ ദാൻ 0 where I ഈക്വൽ ടു 1, 2, 3 ടിൽ n നമുക്കറിയാം. മാത്രമല്ല ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ബി എന്ന് പറയുന്ന ഇവൻ്റാണ്. ബി എന്ന് പറയുന്ന ഇവൻ്റ് എസ്സിലാണ് ഉള്ളത്. എസ്സിലുള്ള ഈ ബി എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്.
അങ്ങനെയെങ്കിൽ ഓരോ ഇവൻറ്റും, അതായത് ഓരോ ഇവൻറ്റ് എ ഐയുടെ വെൻ ഇവൻറ്റ് ബി ഈസ് ഗിവൺ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഐ ഗിവൺ ബി എന്ന ആ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഐ ഗിവൺ ബി, ഇവിടെ എ ഐ ആണ് പാർട്ടീഷൻ, ബി ആണ് ഇവൻറ്റ്. അങ്ങനെയെങ്കിൽ നമുക്കതിനെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അതുപോലെ തന്നെ എഴുതുക, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഡിനോമിനേറ്ററിൽ നോക്കുക. എന്താണ് ഡിനോമിനേറ്റർ? പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബി? നമ്മൾ ബി ഇവിടെ തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് ബി, ഇവിടെ ഒരു ബി എന്ന് പറയുന്നത് എസ്സിലൊരു ഇവൻറ്റ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അതെന്താണ്? സമ്മേഷൻ i ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഐ എന്നാണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഐ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ടു ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ടു ടിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എൻ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ എൻ. അതായത് സമ്മേഷൻ i ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഐ എന്നാണ്. അങ്ങനെ നമുക്ക് ഒരു ന്യൂമറേറ്റർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് മാറ്റണം? ഡിനോമിനേറ്റർ ഓക്കെയാണ്. ഇനി ന്യൂമറേറ്റർ അതിനനുസരിച്ച് മാറ്റണം. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻ്റർസെക്ഷൻ ബി? അത് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഐക്ക് പകരം i 1 കൊടുക്കുന്നു. അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ 1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, അതായത് എ എന്ന് പറയുന്ന പാർട്ടീഷൻ, അതിൻ്റെ പ്രോബബിലിറ്റി വെൻ ബി എന്ന് പറയുന്ന ഇവൻറ്റ് ഗിവൺ ആണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ സമ്മേഷൻ i ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഐ എന്ന് എഴുതാം. ഇതാണ് ബേസ് തിയറം. അങ്ങനെ നമുക്ക് ഏറ്റവും അവസാനം ഇതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്രകാരം പറയാനായിട്ട് സാധിക്കും: പ്രോബബിലിറ്റി ഓഫ് എ ഐ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ i ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഐ എന്നെഴുതാനായിട്ട് സാധിക്കും. ബേസ് തിയറവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുന്നതിനെ ഇപ്രകാരം നമ്മൾ ചെയ്താൽ മതി. ബേസ് തിയറവുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എന്ത് ഇവൻ്റാണ്, എന്താണ് ഇതിലെ ബി എന്ന് നമ്മൾ കണ്ടെത്തണം. എന്താണ് ഇവൻ്റ് എന്ന് നമ്മൾ പ്രത്യേകം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷം എന്താണ് ഇതിലെ പാർട്ടീഷൻസ് എന്ന് നമ്മൾ കണ്ടെത്തണം. തുടർന്ന് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ 1, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ 2 ടിൽ എത്ര പാർട്ടീഷൻസ് ഉണ്ടോ അതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി ഗിവൺ എ എൻ വരെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഈ പാർട്ടീഷൻസിൻ്റെ പ്രോബബിലിറ്റീസ് കണ്ട് ബേസ് തിയറത്തിൻ്റെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് ബേസ് തിയറം. നിങ്ങൾക്ക് ബേസ് തിയറം വളരെ അധികം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഈ ചാനലിൽ തുടർന്ന് ലഭിക്കുവാൻ നിങ്ങളുടെ എവരുടെയും പ്രോത്സാഹനം ആവശ്യമുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.